ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഓം ശ്രീമദ് നാരായണീയത്തിലേക്ക് ഏവർക്കും സ്വാഗതം. 34-ാം ദശകത്തിലെ 4-ാം ശ്ലോകത്തെ കാണാം. ആരുന്ധാനേരുഷാന്ധേ ഭൃഗുകുലതിലകേ സംക്രമയ്യ സ്വതേജോ യാദേയാദോസ്യയോധ്യാം സുഖമിവ നിവസൻ കാന്തയാ കാന്തമൂർത്തേ ശത്രുഘ്നേനൈകദാധോ ഗതവതി ഭരതേ മാതുലസ്യാധിവാസം താദാരബ്ധോഭിഷേക തവ കില വിഹത കേകേയാദീശപുത്ര്യാ. ഓരോ വാക്കുകളിലേക്കും അർത്ഥതലങ്ങളിലേക്കും ആദ്യം ശ്രദ്ധ ചെയ്യാം. ഭൃഗുകുലതിലകേ രുഷാന്തേ ആരുന്ധാനേ. ഭൃഗുവംശത്തിന് ഒരു പൊട്ടുപോലെ വിളങ്ങുന്നവനായ ശ്രീ പരശുരാമൻ കോപാന്ധനായി വഴിക്കുവെച്ച് തടുത്തു. സോ തേജ് സംക്രമയ്യ യാതേ സതി. തൻ്റെ തേജസ്സിനെ ഹേ ഗുരുവായൂരപ്പ അങ്ങയിൽ സംക്രമിപ്പിച്ചിട്ട് മടങ്ങിപ്പോയതിൽ പിന്നെ അയോധ്യാം യാത അസി, അങ്ങ് അയോധ്യയെ പ്രാപിച്ചു. ഹേ കാന്തമൂർത്തേ, അത്യന്ത സുന്ദരമായ ശരീരത്തോടുകൂടിയ അല്ലയോ ഭഗവാനെ, ത്വം ഇഹ കാന്തയാ സുഖം നിവസൻ അഭൂ. നിന്തിരുവടി ഇവിടെ അയോധ്യയിൽ പരമ രമണീയാകൃതയും സ്വപത്നിയുമായ സീതാദേവിയോടുകൂടി സുഖമായി വസിക്കുകയും ചെയ്തു. അധോ ഏകദാ ഭരതേ ശത്രുഘ്നനെ മാതുലസ്യ അധിവാസം ഗതവതി. അനന്തരം ഒരിക്കൽ ഭരതൻ ശത്രുഘ്നോടുകൂടി അമ്മാവൻ്റെ വസതിയിലേക്ക് ഗമിച്ച സമയം താദാരബ്ധ തവ അഭിഷേക കേകേയാദീശപുത്രിയ വിഹിതകില. അച്ഛനാൽ ആരംഭിക്കപ്പെട്ട അങ്ങയുടെ അഭിഷേകം കൈകേയിയാൽ മുടക്കപ്പെട്ടുവല്ലോ. പരശുരാമജയം, സീതാരാമന്മാരെല്ലാവരും അയോധ്യയിൽ എത്തിച്ചേരുന്നതും അഭിഷേക വിഘ്നം എന്നീ സന്ദർഭങ്ങളെയാണ് ഈ ഒരു ശ്ലോകം കൊണ്ട് വർണ്ണിക്കുന്നത്. മറ്റുള്ള അവതാരങ്ങളെ അപേക്ഷിച്ച് രാമാവതാരത്തിനുള്ള വൈശിഷ്ട്യത്തെ കാണിക്കുന്നതിനു വേണ്ടി ഭഗവാൻ പരശുരാമൻ്റെ വൈഷ്ണവ തേജസ്സിനെ തന്നിൽ സംക്രമിപ്പിച്ച കഥയെ പറഞ്ഞുകൊണ്ട് ആരംഭിക്കുകയാണ്. ഒരു സാധകന്റെ യാത്രയെയാണ് രാമായണത്തിലൂടെ ഉടനീളം നമുക്ക് കാണിച്ചു തരുന്നത്. ഭഗവത് സാധന ചെയ്യാൻ തുടങ്ങുന്ന ഒരാൾക്ക് അനേകം തടസ്സങ്ങൾ നേരിടാം. ഈ തടസ്സങ്ങളാണ് മുൻ ശ്ലോകത്തിൽ മായാരൂപത്തിൽ മാരീചനായും ശരീരബോധമാകുന്ന സുബാഹുവായും മറ്റ് അജ്ഞാനവൃത്തികളായ രാക്ഷസന്മാരുമായി ചിത്രീകരിച്ചിരുന്നത്. മനസ്സിനെ ഏകാഗ്രമാക്കുന്ന ബാണങ്ങളെ കൊണ്ട് അവയെ തരണം ചെയ്ത് മുൻപോട്ടു പോയാലും വീണ്ടും ഗുണപ്രകൃതികൾക്ക് അടിമപ്പെട്ടേക്കാം. ഇതിനെയാണ് അഹില്യമോക്ഷത്തിലൂടെ ചിത്രീകരിച്ചിരിക്കുന്നത്. അവിടെയും ഏകാഗ്രമായ മനസ്സുകൊണ്ട് രാമനാമ മഹാത്മ്യത്താൽ ജീവനെ ബാധിച്ച് കൽമഷങ്ങളെയെല്ലാം അകറ്റി വീണ്ടും ബ്രഹ്മവിദ്യ പ്രാപിക്കുവാനായി തടസ്സങ്ങൾ നേരിടുന്നു. മഹേശ്വര ചാപത്തെ ഭഞ്ജിക്കണം. ജാഗ്രത, സ്വപ്നം, സുഷുപ്തി ഈ 3 മണ്ഡലങ്ങളെയും അഥവാ 3 ലോകങ്ങളെയും ജയിച്ചവനാണ് ത്രൈലോക്യനാഥനായ മഹാദേവൻ. ആ ശിവതത്വത്തെയാണ് ത്രയംബക വില്ലുകൊണ്ട് സൂചിപ്പിച്ചത്. അതായത് ഈ 3 മണ്ഡലങ്ങളിലും ആധിപത്യം സ്ഥാപിച്ചാൽ മാത്രമേ ഒരു സാധകന് തൻ്റെ പാതയിൽ പൂർണ്ണമായും ജയിക്കുവാൻ സാധ്യമാവൂ. ആത്മാരാമനായ രാമന് മാത്രമേ ഇത് സാധ്യമാവൂ. സാക്ഷാൽ വിഷ്ണു തന്നെയാണ് രാമൻ. വിഷ്ണുവിൻ്റെ വാമഭാഗമായ ലക്ഷ്മീദേവി തന്നെയാണ് സീത. ആ സീതയെ രാമൻ സ്വന്തമാക്കി. ഇങ്ങനെ വളരെ സന്തോഷകരമായി ദശരഥനും വിശ്വാമിത്രനും രാമലക്ഷ്മണന്മാരും അനുജന്മാരും അമ്മമാരും ഭാര്യമാരുമായി മടങ്ങുന്ന അവസരത്തിലാണ് ആ സന്തോഷത്തിന് വിരാമമിട്ടുകൊണ്ട് അവരുടെ വഴി തടഞ്ഞുകൊണ്ട്
ഭൃഗുവംശത്തിൻ്റെ പൊട്ടായ മഹായോഗ്യനായ പരശുരാമൻ അവരുടെ വഴി തടഞ്ഞുകൊണ്ട് എത്തിയത്. പരശുരാമൻ്റെ ഗുരുവാണ് ശ്രീ പരമശിവൻ. സീതാപരിണയത്തിനായി ശൈവചാപം ശ്രീരാമൻ ഖണ്ഡിച്ചു എന്നറിഞ്ഞതിൽ ക്രോധം പൂണ്ട് എത്തിച്ചേർന്നതാണ് പരശുരാമൻ. ഭർഗന്റെ അനുയായിയായതിനാൽ ഭൃഗുവംശത്തിൽ പിറന്നതിനാലും ആണ് ഭാർഗവരാമൻ എന്ന പേരിൽ അറിയപ്പെടുവാൻ കാരണം. പരശു അഥവാ മഴു എന്ന ആയുധം ധരിച്ചതിനാലും പരശുരാമൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. ബ്രാഹ്മണനായി ജനിച്ച് ക്ഷത്രിയധർമ്മം അനുഷ്ഠിക്കുന്നു. എന്നാൽ ദശരഥരാമനോ ക്ഷത്രിയനായി ജനിച്ച് ബ്രാഹ്മണധർമ്മത്തെ പാലിക്കുന്നു. ജമദഗ്നിയുടെയും രേണുകാദേവിയുടെയും മകനായി പിറന്ന പരശുരാമൻ 21 വട്ടം ഭൂമിയെ ചുറ്റി ക്ഷത്രിയകുലത്തിൻ്റെ അന്ത്യം കുറിച്ച ആളാണ്. അല്ലയോ ഗുരുവായൂരപ്പ, അങ്ങയുടെ ബലം പരീക്ഷിക്കുന്നതിനായി കൊണ്ടുവന്നിരുന്ന വൈഷ്ണവ ചാപത്തെ നിന്തിരുവടി അനായാസേന കുലച്ചത് കണ്ട് പ്രശാന്തനായി തീർന്നു പരശുരാമൻ. സാക്ഷാൽ മഹാവിഷ്ണു തന്നെയാണ് അങ്ങ് എന്ന് മനസ്സിലാക്കി. വൈഷ്ണവവും ശൈവവും ചേർന്നതാണ് രാമചൈതന്യം എന്ന് പരിപൂർണ ബോധ്യമായി. രാമനാമം ഉണ്ടായത് തന്നെ ഈ വൈഷ്ണവ ശൈവനാമ ബീജമായാണല്ലോ. വിഷ്ണുവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നാമമാണ് നാരായണ. അതിലെ ബീജാക്ഷരമാണ് രാ എന്ന അക്ഷരം. ഈ അക്ഷരം നാരായണ എന്ന പദത്തിൽ നിന്ന് മാറ്റിയാലോ വിപരീത അർത്ഥമാകും, അഥവാ അർത്ഥം തന്നെ നഷ്ടമാകും. അതുപോലെ പ്രസിദ്ധമായ ശിവനാമമാണ് നമഃശിവായ. ഇതിൽ മകാരം നഷ്ടമായാൽ ആ മന്ത്രത്തിൻ്റെ അർത്ഥം വികലമായിത്തീരും. ഇങ്ങനെ വൈഷ്ണവ ശൈവനാമങ്ങളിലെ 2 ബീജാക്ഷര സംഗമമാണ് തേജോമന്ത്രമായ രാമനാമം. നമഃശിവായ മന്ത്രത്തിൻ്റെ തേജസ്സാണ് പരശുരാമൻ. ആ മന്ത്ര തേജസ്സിനെ ഭഗവാനിലേക്ക് സംക്രമിപ്പിച്ചു. ഇതാണ് സംക്രമയ്യ സ്വതേജ എന്ന പദം കൊണ്ട് പറഞ്ഞിരിക്കുന്നത്. ഋഷാന്തേ കില ഭൃഗു തിലകേ എന്നതിൽ കില എന്ന ശബ്ദം കൊണ്ട് ഭഗവത് അംശജനായ പരശുരാമൻ തന്നിലുള്ള വൈഷ്ണവ തേജസ്സിനെ ഭഗവാങ്കൽ സമർപ്പിക്കുന്നതിനു വേണ്ടി വെറുതെ ഒരു കാരണം പറഞ്ഞുകൊണ്ട് കോപഭാവം നടിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. വാസ്തവത്തിൽ അദ്ദേഹം കോപാന്തനായിട്ടില്ല എന്ന് സൂചിപ്പിച്ചിരിക്കുന്നു. അവതാരങ്ങൾ പ്രധാനമായും 6 പറയപ്പെടുന്നു. കലാവതാരം, അംശാവതാരം, അംശാംശാവതാരം, ആവേശാവതാരം, പൂർണ്ണാവതാരം, പരിപൂർണാവതാരം എന്നിങ്ങനെ. ഇവിടെ പരശുരാമൻ ആവേശാവതാരമാണ്, ശ്രീരാമചന്ദ്രൻ പൂർണ്ണാവതാരമാണ്. അതിനാലാണ് പരശുരാമൻ ശൈവ തേജസ് വൈഷ്ണവ തേജസ്സിലേക്ക് സംഗമിപ്പിച്ചത്. പിന്നീട് അദ്ദേഹം തപസ്സിനായി വനം പ്രാപിക്കുകയാണ് ചെയ്തത്. അനന്തരം അവർ എല്ലാവരും അയോധ്യയിലെത്തിച്ചേർന്നു. ത്രൈലോക്യ സുന്ദരിയായ സീതാദേവിയോടുകൂടി പരമസുഖം പൂണ്ടുവാണു. ഹേ കാന്തമൂർത്തേ, ലൗകിക സുന്ദരിയായ സീതാദേവിക്ക് അത്യന്ത മനോഹരാകൃതിയായ അങ്ങ് തന്നെയാണ് അനുരൂപനായ വല്ലഭൻ എന്ന് കാന്തമൂർത്തേ എന്ന സംബോധന കൊണ്ട് സൂചിപ്പിക്കുന്നു. വിവാഹം കഴിഞ്ഞതോടെ രാമൻ്റെ തേജസ് പൂർണ്ണമായി. ശിവശക്തിയായുക്ത എന്ന് പറയുന്നത് പോലെ ജീവന് തേജസ് ഉണ്ടാകണമെങ്കിൽ ശക്തിയും കൂടി വേണം. സീതാ സ്വയംവരം കഴിഞ്ഞപ്പോൾ പൂർണ്ണാരാമനായി മാറി, കൂടുതൽ തേജസ്വിയായി. സുഖമിഹ നിവസൻ എന്നു പറയുവാൻ കാരണം ആത്മീയഭാവമായ രാമനും മനസ്സായ സീതയും ഒത്തൊരുമിച്ച് കഴിഞ്ഞ ഈ കുറച്ചു കാലം മാത്രമേ അവരുടെ ജീവിതത്തിൽ സുഖമുള്ളൂ. പക്ഷേ സാധനാ ജീവിതം ഒരിക്കലും കളകളാരവം ഒഴുകി നടക്കുന്ന ഒരു അരുവി പോലെ സുഗമമായി കുറേ കാലം ഒഴുകില്ല. ആകാശത്തിൽ ഇടയ്ക്കിടെ കാർമേഘങ്ങൾ നിറയുന്നത് പോലെ അനേകം പ്രതിബന്ധങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. പാറക്കെട്ടിലൂടെ ഒഴുകുന്ന നദിയിൽ അടർന്നു വീഴുന്ന പാറക്കല്ലുകൾ അനേകം കാലം തട്ടിയും മുട്ടിയും വെള്ളത്തിലൂടെ ഒഴുകി ഒടുവിൽ വെള്ളാരം കല്ലായി മാറുന്നത് പോലെ തൻ്റെ മുമ്പിലെത്തുന്ന പ്രതിബന്ധങ്ങളെ തനിക്ക് ചവിട്ടി കയറുവാനുള്ള പടികളായി വേണം സാധകൻ കരുതുവാൻ. ഇങ്ങനെ നിന്തിരുവടി അയോധ്യയിൽ പരമാനന്ദം അനുഭവിച്ചു കൊണ്ടിരിക്കെ ഒരു ദിവസം ഭരതൻ
ശത്രുഘ്നനോടുകൂടി മാതുലനായ യുധാജിത്തിൻ്റെ രാജധാനിയിൽ കുറേ നാൾ താമസിക്കുന്നതിനായി യാത്രയായി. ആ സമയം പിതാവായ ദശരഥ മഹാരാജാവ്, അല്ലയോ ഗുരുവായൂരപ്പ, അങ്ങയുടെ അഭിഷേകത്തിന് ഉദ്യമിക്കുകയും ചെയ്തു. ഇതാണ് ദശരഥൻ ഗൂഢാലോചന ചെയ്തു എന്നെല്ലാം പറയുവാൻ കാരണം. ഭരതൻ ഇല്ലാത്ത സമയം നോക്കി വേണോ അഭിഷേക കാര്യങ്ങൾ ചെയ്യുവാൻ? പായസം പങ്കുവയ്ക്കുമ്പോൾ തന്നെ ഈ പക്ഷാഭേദം കണ്ടതാണ്. കേകേയ രാജ്ഞിയുടെ പേരിൽ രാജാവിന് എന്തോ സംശയമുണ്ടായിരുന്നു. അതിനാൽ ഭരതനുള്ള സമയത്ത് അഭിഷേകം നിശ്ചയിക്കാതെ ഭരതൻ്റെ അഭാവത്തിൽ ഇവിടെ അഭിഷേകത്തിനുള്ള ഒരുക്കങ്ങൾ തീരുമാനിക്കുന്നു. കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവണ്ട എന്ന് ഉദ്ദേശിച്ചാവണം. ഇത് ഭരതജനനിയായ കൈകേയി അറിഞ്ഞു, തടഞ്ഞു അത്രേ എന്ന് പറയുവാൻ കാരണം ഈ കാര്യത്തിൽ കൈകേയിയെ കുറ്റപ്പെടുത്തിയിട്ട് ആവശ്യമില്ല. കാരണം ഭഗവത് ഇച്ഛ അനുസരിച്ചാണ് കൈകേയി ഇത് ചെയ്യുവാൻ കാരണം. ഈ കാര്യങ്ങളെല്ലാം ചെയ്യിച്ചത് ഭഗവാൻ തന്നെയാണ്. അതിനാൽ കില എന്ന പ്രയോഗം ഭഗവത് അവതാരത്തിൻ്റെ പ്രയോജനം നിറവേറ്റുന്നതിന് വേണ്ടി അഭിഷേകം മുടങ്ങണമെന്നും ദുഷ്ടസംഹാരത്തിനായി ദണ്ഡകാരണ്യത്തിൽ സഞ്ചരിക്കണമെന്നും ആയിരിക്കാം ഭഗവത് സങ്കല്പം. അതുകൊണ്ട് തന്നെയാണ് അഭിഷേകം മുടങ്ങിയത്. വാസ്തവത്തിൽ കൈകേയിയെ ഒരു ഉപകരണമാക്കിക്കൊണ്ട് രാമൻ തൻ്റെ ലീലയാടുവാനായി പുറപ്പെടുകയാണ്. രാമാവതാര ലക്ഷ്യത്തിനായി പുറപ്പെടുകയാണ്. അഭിഷേകം തടയപ്പെട്ടില്ല എങ്കിൽ വനവാസമുണ്ടാവില്ല, സീതാപഹരണം ഉണ്ടാവില്ല, രാവണ നിഗ്രഹം സാധ്യമാവില്ല. ഇതെല്ലാം തന്നെ കില എന്ന പദപ്രയോഗത്തിൽ ഒതുക്കി. രാമായണ കഥാസന്ദർഭത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രമാണ് കൈകേയി. പണ്ട് യുദ്ധസാമർഥ്യം കണ്ട് ദശരഥൻ 2 വരങ്ങൾ കൊടുത്തിരുന്നു. രാമൻ രാജാവായാൽ കൈകേയിക്കും ഭരതനും വരാവുന്ന ആപത്ത് മന്ധര ചൂണ്ടിക്കാട്ടുകയും കൈകേയിക്ക് നൽകിയിട്ടുള്ള 2 വരങ്ങളും ആവശ്യപ്പെടാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. ഒരു വരം കൊണ്ട് രാമനെ 14 വർഷം വനത്തിലേക്ക് അയക്കുവാനും മറ്റേ വരം കൊണ്ട് ഭരതന് രാജ്യം നൽകുവാനും ദശരഥനോട് ആവശ്യപ്പെടണമെന്നും അവൾ കൈകേയിയെ ധരിപ്പിച്ച് ആ നിശ്ചയത്തിൽ ഉറപ്പിച്ചു നിർത്തി. കൈകേയി അപ്രകാരം ആവശ്യപ്പെടുകയും ചെയ്തു. അതോടെ ദശരഥ രാജാവ് ദുഃഖത്തിലായി. അച്ഛൻ്റെ വാക്കുപാലിക്കേണ്ട ചുമതല രാമനുണ്ടെന്ന് രാമൻ മനസ്സിലാക്കി. അങ്ങനെയാണ് വനവാസത്തിനായി ഒരുങ്ങുന്നത്. രാവണ നിഗ്രഹമാണല്ലോ അവതാര ലക്ഷ്യം. ഭഗവാൻ സങ്കല്പത്താൽ ഇപ്രകാരം കാര്യങ്ങൾ നടത്തിയെന്നേയുള്ളൂ. നമ്മുടെയൊക്കെ ജീവിതത്തിന് ലക്ഷ്യമുള്ളത് നാം അറിയാതെയാണ് കഴിയുന്നത്. അതറിഞ്ഞ് പ്രവർത്തിച്ചാൽ ലക്ഷ്യം നിറവേറും, സാമൂഹികമായ ക്ഷേമം കൈവരുകയും ചെയ്യും. ഒരിക്കൽ കൂടി ഈ ശ്ലോകത്തെ ജപം ചെയ്യാം. ആരുന്ധാനേരുഷാന്തേ ഭൃഗുകുലതിലകേ സംക്രമയ്യ സ്വതേജോ യാദേ യാദോസ്യോധ്യാം സുഖമിഹ നിവസൻ കാന്തയാ കാന്തമൂർത്തേ ശത്രുഘ്നേനേകദാധോ ഗതവതി ഭരതേ മാതുലസ്യാധിവാസം താദാരബ്ധോഭിഷേക തവ കില വിഹത കേകേയാധീശപുത്ര്യാ. ഓം തത്സത്. ഹരി ഓം.